ഇടയിൽ ആയി ലിയോ 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 നമുക്കൊരു വീഡിയോ ചെയ്താലോ ലിയോ? കുറേ നാളായി ഞാനും എൻ്റെ ലിയോയും കൂടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയൂ കുഞ്ഞേ. ഞാനിന്ന് വലിയ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. ഒരു സിമ്പിളായിട്ട് എല്ലാവരും ഒക്കെ ചെയ്ത് എല്ലാവരും അറിയാവുന്ന സിമ്പിളൊരു തോരൻ. അതാണ് നമുക്ക് അതിലേക്ക് പോയാലോ? അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നതാണ്ടേ ക്യാരറ്റ്. അത് പിന്നെ അരിയെ നിങ്ങളെ കാണിക്കണ്ടല്ലോ, സോറി, ആദ്യം തന്നെ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. ഇത് ബീട്രൂട്ടാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരല്ലേ, തെറ്റൊക്കെ പറ്റും. ബീട്രൂട്ട് പിന്നെ അറിയാമല്ലോ, ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് ആരോടെങ്കിലുമൊക്കെ ദേഷ്യം തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങനെ കൊത്തി അങ്ങോട്ട് അരിയുക. അപ്പോൾ ഇത് അരിയുമ്പോൾ കുറച്ച് ചുമന്ന ബ്ലഡൊക്കെ അങ്ങോട്ട് പോകുക. അപ്പോൾ നമ്മുടെ ഉള്ള ദേഷ്യം മൊത്തം അവനകത്ത് തീർത്തതാ കൊത്തി അരിഞ്ഞങ്ങ് എടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളി, സവാളക്കുട്ടൻ, പിന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, ജീരകം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണിക്കാൻ വേണ്ടിയാണേ. കടുക്, ഇത്രയും കടുക് വേണ്ട എന്നാലും. അപ്പം ജീരകവും വെളുത്തുള്ളിയും നമ്മൾ പച്ചമുളകും തേങ്ങയും കൂടി ഇട്ട് നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചാണല്ലോ എടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അരയ്ക്കാറില്ല. അപ്പം ഞാൻ ഇവരെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് അതിനകത്ത് ഇടുകയാണ്. പിന്നെ തേങ്ങ ലാസ്റ്റ് വാരി അങ്ങിട്ട് ശരിയാക്കിയാണ് ഞാൻ തോരൻ ശരിയാക്കുന്നത്. അപ്പോഴേ നമുക്ക് അടുപ്പൊക്കെ സ്റ്റൗവൊക്കെ ഒന്ന് കത്തിക്കാൻ പോവുകയാണ്. അപ്പുറത്തുണ്ടല്ലോ നല്ല കളി നടക്കുവാണ് മക്കൾ, തോക്ക് വെച്ചുള്ള കളി. അതുകൊണ്ട് ഇത്തിരി ബഹളമൊക്കെ കേൾക്കും, എന്നാലും സാരമില്ല. പിന്നെ കുറച്ച് നാളുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നേ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തതും ഇടുകയോ ഒന്നും ചെയ്തില്ല. ചെറിയ വീഡിയോസൊക്കെ ഇട്ടുമായിരുന്നു, അതും ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ. ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കണം. ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നിട്ട് കാര്യമില്ല. മൂഡ് ഓഫ് ആണെന്ന് വെച്ചാൽ എൻ്റെ ജോലിക്കൊന്നും ഒരു കുറവും ചെയ്യരുതായിരുന്നു. എൻ്റെ നമ്മുടെ അരി തിളയ്ക്കുന്നുണ്ട്, വേറെ ചട്ടിയിലേക്ക് വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണോ അതൊഴിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയുടെ വില അറിയുമോ? ഇവിടെ ഞങ്ങൾക്ക് നല്ല 2-3 കേടിയൊക്കെ ആണ്, ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ അധികം മേടിക്കുന്നില്ല. ഇതിവിടെ വറുക്കാൻ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്. അപ്പം ഞാനിപ്പം ഇച്ചിരി ഒലിവ് ഓയിലാണ് അതിനകത്ത് ഒഴിച്ചത്. എണ്ണ ചൂടാവട്ടെ. അതിനകത്ത് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് ഇതിനകത്ത് കാണിച്ചില്ല, ഞാൻ കാണിക്കാം. പിന്നെ മക്കളൊക്കെ സ്കൂൾ തുറന്നതാണ്ടേ, സ്കൂളിൽ പോകാറായല്ലോ. നാട്ടിൽ മഴയായി, സ്കൂളിൽ പോക്കായി. വീട്ടിലെല്ലാ അമ്മമാർക്കും ധൃതിയും ബഹളമൊക്കെ ആയിരിക്കും, ബുക്ക് പൊതിയലും. ഞങ്ങളുടെ ഇവിടെ സ്കൂളൊക്കെ തുറന്നായിരുന്നു, ഏപ്രിലിൽ തുറന്നായിരുന്നു. അവർക്കിപ്പോൾ സ്കൂൾ ജൂണിൽ അടയ്ക്കാൻ പോവുക. ഇപ്പോൾ യുദ്ധമൊക്കെ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സാണ്. കടുകിടുകയാണ്, ഇത്തിരി ഇട്ടാൽ മതി. ജീരകം ഞാൻ ഇടും ഇങ്ങനെ അങ്ങ് വേണ്ടേ. കറിവേപ്പില ഇട്ടു. ഇനി അടുത്ത ഇവരെ തന്നെ ഇടാം. എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കും, എന്നാലും എനിക്ക് ഇന്നൊരു തോന്നൽ വന്നു. അപ്പം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചു. ഇല്ല, എന്ത് കൂട്ടിയിടുന്നതുകൊണ്ടാണോ എൻ്റെ വീഡിയോ കാണാത്തതെന്ന് അറിയത്തില്ലല്ലോ. പക്ഷേ വെറൈറ്റി തോരനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശരിയാകായിരുന്നു. അന്നൊന്നും വീഡിയോ പിടിക്കാനുള്ള മൂടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത് തോന്നിയോണ്ട് ഇങ്ങനെ ചെയ്യുവാണ്. അതാണ്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കുറച്ച് നമുക്ക് ഉപ്പിടാം, ഇത്തിരി ഉപ്പിടാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടാനാണേ. വേഗം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിന് ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് എല്ലാവരും. അപ്പം നമ്മളും കൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ മുളകിന് 2 സ്പൂണ് 3 സ്പൂണ് അങ്ങനെയൊന്നും പറയാത്ത, അവരവർ ഇഷ്ടമുള്ളതുപോലെ ഇടുക എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമുക്ക്
മുഖ്യമന്ത്രി ഇല്ലാതെ ഇങ്ങനെ വിഷമിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എന്തായാലും നല്ലൊരു മുഖ്യമന്ത്രിയൊക്കെ വന്നു. നമ്മുടെ നാടിന് നല്ല വികസനമൊക്കെ വരട്ടെ. എല്ലാം നമ്മളെന്നും ഒരാൾ തന്നെയൊക്കെ ഭരിച്ചാലും ബുദ്ധിമുട്ടാണല്ലോ. 10 വർഷം ഭരിച്ചു. ഇനി ഇവരും നല്ലതുപോലെ ഭരിക്കട്ടെ, നല്ല ഭരണാധികാരികളാവട്ടെ. പിന്നെ തമിഴ്നാട് നമ്മുടെ നടനായിരുന്നപ്പോൾ എല്ലാവരും വിജയ് വിജയ് എന്ന് പറയും. ഇനി വിജയ് വിജയ് എന്ന് ആരും പറയത്തില്ലല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി CM അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അവിടെയും നല്ല ഭരണം വരട്ടെ. പിന്നെ വേറെന്താ വിശേഷം? നിങ്ങളാരും പിന്നെ എൻ്റെ വീഡിയോ കണ്ട് അതിനകത്തൊരു കമൻറ്റോ ഒന്നും വരാറില്ല. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ പറയും. ഞാനിങ്ങനെ റേഡിയോ പോലെയാണ്. റേഡിയോയ്ക്ക് തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ ആരും. പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. അതുപോലെയാണ് ഞാൻ. എന്നാലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരാം. എനിക്ക് ബോറടി ഇല്ല. ഇങ്ങനെ വിഷമങ്ങൾ കുറയും പോരാ. മനുഷ്യരല്ലേ, എല്ലാവരും എപ്പോഴും ഒരുപോലെ അല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ബീട്രൂട്ട് ചേട്ടൻ ഇട്ടു. നല്ല ഗുണമുള്ള സാധനമാണേ ക്യാരറ്റും ബീട്രൂട്ടും. അപ്പോൾ ബീട്രൂട്ടൊക്കെ അതിൻ്റെ നീരൊക്കെ എടുത്ത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചാൽ നല്ല കളർ വയ്ക്കും. ചുമച്ചതിന് സോറി. നല്ല കളറൊക്കെ വയ്ക്കുമല്ലോ നമ്മൾ. അത് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്ത് ഒന്നിച്ച് വയ്ക്കാറുണ്ടല്ലോ. ആപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാറൊക്കെ ഇല്ലേ എല്ലാവരും. അപ്പം ഇവരെ ഒന്ന് അവിടെ ഇരുന്ന് ഇത്തിരി ഒന്ന് വെന്തോട്ടെ, എന്നിട്ട് നമുക്ക് വരാം. ബീട്രൂട്ട് ഒന്ന് വാടണം. അപ്പം ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും എല്ലാം കൂടെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നല്ല ഇതാണ്. അതിനകത്ത് ഇഞ്ചിയൊക്കെ ഇട്ട ഒരു ഇഞ്ചി കഷ്ണമൊക്കെ ഇട്ടടിച്ച് കുടിച്ചാൽ നല്ലതാണ്. നമ്മൾ 7-8 ദിവസം അതൊക്കെ കുടിച്ചാൽ നല്ല കളർ വയ്ക്കും എന്നൊക്കെ പറയുന്നത്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിന് നല്ലതാണ്, കാഴ്ചയ്ക്കൊക്കെ നല്ല ഇതാണ്. പിന്നെ ബീട്രൂട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ കളറൊക്കെ വയ്ക്കും. അങ്ങനെയൊക്കെ ബ്ലഡ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളൊക്കെ തന്നെ. അപ്പം നമുക്ക് ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് വേകാനായിട്ട് നമ്മൾ തീയുടെ പവർ കുറച്ച് വയ്ക്കണേ. എന്നിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് ആവിയിലൊന്ന് വേവട്ടെ. ഇതിനകത്തൊരു തുള്ളി വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ചാലത്തേക്ക് നമ്മുടെ തോരൻ അങ്ങ് നമുക്കൊരു എന്താ ഡ്രൈ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട. ക്യാരറ്റിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. നമ്മൾ തീ കുറച്ചിട്ട് ഒരടപ്പെടുത്ത് വെച്ച് അടച്ച് വയ്ക്കുക. അപ്പം നമ്മുടെ അടപ്പ് തുറന്ന് നോക്കാം. ആവി കൊണ്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കും, ചൂടടിച്ചിട്ട്. ഉണ്ടോ? എല്ലാവരും വെന്തിട്ടുണ്ട്. അയ്യോ, കണ്ണ് കാണാൻ മേലാത്ത പുകയല്ലേ. ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. ഞാൻ തേങ്ങ ലാസ്റ്റാണ് ഇടുന്നത്. എന്താ വെച്ചാൽ തേങ്ങ കൂടുതൽ വേവണ്ടെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ ഇടുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. ഒരു ഇത്തിരി നേരം ഇരുന്നോട്ടെ. നമുക്ക് ഇതിന് ഉപ്പ് കുറവാണ്. നമ്മളൊരു ഇച്ചിരി ഉപ്പല്ലേ ഇട്ടുള്ളൂ. നമുക്ക് ഇത്തിരി ഉപ്പിടാം. ഉപ്പിട്ടു. കേട്ടോ, പുക വരുന്നുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ ദൂരോട്ട് പിടിക്കുന്നത്. ഉപ്പൊക്കെ ഉണ്ട്, വെന്തിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് വെന്ത് പോവും. അതുകൊണ്ട് ഞാൻ തേങ്ങ എടുത്തിട്ടു. ഉണ്ടോ? തേങ്ങ പിന്നെ നമ്മൾ കൂടുതൽ നേരം വേവിക്കത്തില്ല. ഞാൻ തേങ്ങ ഇട്ടൊരു ഇത്തിരി നേരം വയ്ക്കും. ഇത്തിരി നേരം വെച്ചിട്ട് അങ്ങ് അടുപ്പ് ഓഫാക്കി മാറ്റി വയ്ക്കും. പിന്നെ ആ ചൂടിലിരുന്ന് വെന്തോളും. നമ്മൾ തേങ്ങ കൂടുതൽ വേകരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് ചില സമയത്ത് ഞാനുണ്ടല്ലോ ഇച്ചിരി ചിക്കൻ മസാല ഇടും. അതും ഒരു ടേസ്റ്റാണ്. അപ്പം ചിക്കൻ മസാല ഇടുമ്പോൾ പക്ഷേ ഞാൻ ജീരകം ഇടത്തില്ല. ഇതിനകത്ത് ആദ്യം ഞാൻ ജീരകം ഇട്ട് പോയില്ലേ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കാഞ്ഞത്. അപ്പം തേങ്ങ എവിടെയെന്ന് പോലും കണ്ടില്ല. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ ഞാൻ റെഡിയായി.
റെഡിയായെന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയായതല്ല, തോരനകത്ത് തേങ്ങയൊക്കെ ഇട്ട് എല്ലാം ഒന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പൂണൊക്കെ വെച്ചൊന്ന് ഇളക്കി റെഡിയാക്കി. അങ്ങനെ നമ്മുടെ തോരൻ ചേട്ടൻ റെഡിയായിട്ടുണ്ട്. കണ്ടോ? ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ നല്ലതായിട്ടായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. എനിക്കെന്തോ ഇന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് പിടിച്ചു, വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെന്താ, അങ്ങനെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നാട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മഴയൊക്കെയാണ്, ഇനി അങ്ങോട്ടും മഴയൊക്കെയാണ്. കുറേ നാൾ നമ്മുടെ നാട്ടിൽ പാമ്പായിരുന്നു. അതിൻ്റെ ഭീതിയൊന്നും മാറി. ഇനി മഴയും ഇടിയുടെയൊക്കെ ഉണ്ടായിരുന്നു. കുറേ മക്കൾ ഇടിവെട്ടി മരിച്ചു. അതിലൊക്കെ സങ്കടമായിരുന്നു. അതൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും ബന്ധുമിത്രാർത്ഥികൾക്കൊക്കെ സമാധാനം കൊടുക്കട്ടെ, ശാന്തത കൊടുക്കട്ടെ മനസ്സിന്. പോയവരെക്കാളും വിഷമമാണേ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ വിചാരിക്കും നാളുകൾ കഴിഞ്ഞ് നമ്മുടെ വേദന മാറുമെന്ന്. ചിലതൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് പലതിനും ഇപ്പോൾ വേദന കൂടുക പഴയതിനേക്കാളും. അപ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ആവട്ടെ. ഇപ്പോഴെല്ലാവരും ലീവൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നതിൻ്റെ ധൃതി ആയിരിക്കുമല്ലോ. ബാഗും ബുക്കും ഒക്കെ മേടിച്ച് മക്കൾ ഭയങ്കര ആനന്ദമായിരിക്കുമല്ലോ. എല്ലാ പിള്ളേർക്കും നല്ല പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന മക്കൾക്ക് എല്ലാ ആശംസകൾ. 1ാം ക്ലാസ്സിൽ ചേരാൻ പോകുന്ന എല്ലാ മക്കൾക്കും ആശംസകൾ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ അമ്മമാർക്കും കാണിച്ചു കൊടുത്ത് എന്നെ നല്ലോണം സപ്പോർട്ട് ഒന്ന് ചെയ്യണേ. നിങ്ങൾ വിചാരിക്കും ഇങ്കത്തിനല്ല. അപ്പം നിങ്ങളിങ്ങനെ കുറേ പേര് കണ്ടെന്നറിയുമ്പോൾ എനിക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ളൊരു ത്വര ഉണ്ടാവും. എന്താ പറയുക, ഒരാവേശം ഉണ്ടാവും. പിന്നെയും തോന്നും. എനിക്ക് ആരും ഇല്ല എന്നൊരു തോന്നലൊന്നുമല്ല, നിങ്ങളെനിക്കുണ്ട്, കുറേ ആൾക്കാർ എന്നെ കാണാനുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും എൻ്റെ കൈ പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, സോറി. പിന്നെ എല്ലാവരും പറയായിരിക്കും ഇവളുടെ ഒരു വീഡിയോ കാണാൻ പോയാൽ കുറേ വർത്താനം കേൾക്കണമെന്ന്. അത് നിങ്ങൾക്കറിയില്ല. വർത്താനം പറയാൻ ആളില്ലാത്തവർക്ക് മാത്രമേ ആ വേദന അറിയൂ. നമുക്ക് മനസ്സ് തുറക്കാനും ഒന്നും അത്രയ്ക്ക് വലിയ ഇതില്ലാതെ വരുമ്പോൾ നമ്മൾ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടാലും ഒരു ചെടിയെ കണ്ടാലും ഒരു കല്ലിനെ കണ്ടാൽ പോലും നമ്മൾ സംസാരിച്ചു പോകും, നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് നിങ്ങളുടെ വരുന്നത്. എനിക്ക് പക്ഷെ ആളില്ലെന്നല്ല, എനിക്ക് നല്ല 2 മക്കളുണ്ട്. എൻ്റെ സങ്കടങ്ങളും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ എങ്കിലും എന്തൊക്കെയോ ചില സമയത്ത് ഇല്ലായ്മ തോന്നും. അപ്പം എല്ലാവരും എല്ലാവരുമായിട്ട് സന്തോഷിക്കുക, കുറച്ചുള്ളവരുമായി സന്തോഷിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് സന്തോഷമായിട്ട് പോവുക, മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എല്ലാവരും. അപ്പോഴേ നമ്മുടെ ബീട്രൂട്ട് തോരൻ അങ്ങനെ പൂർത്തിയായി. അപ്പോൾ ഇത്രയും കഥയും നിങ്ങൾ കേട്ട് കുഴഞ്ഞു കാണും. ഓക്കെ, ബൈ. നമുക്കിനിയും കാണാം. ബൈ.